നമസ്കാരം. ഇന്നത്തെ വീഡിയോ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ഉത്തരവാണ്. വേനൽ കടുത്തു, പറമ്പുകളിലെല്ലാം പുല്ലെല്ലാം കരിഞ്ഞുണങ്ങി, പറമ്പുകൾ തരിശായി, ഒരു പച്ചപ്പ് കാണാത്ത രീതിയിലായി. ആടുകളെ ഇനി എങ്ങനെ വളർത്തും? എങ്ങനെയാണ് പലരും ചോദിക്കുന്നത്. പുല്ലിൽ കൂടുതലും ജലാംശമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ജലാംശം കൂടുതലുള്ള പുല്ല് കഴിക്കുന്നതിനേക്കാൾ ആടുകൾക്ക് കൂടുതലായിട്ടും വേണ്ടത് ഡ്രൈ മാറ്റർ അടങ്ങിയിട്ടുള്ള ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ്. പുല്ല് കൂടുതലായിട്ട് കഴിക്കുന്ന ആടുകൾ വെള്ളം കൂടി കുറവായിരിക്കും. കാരണം അവരുടെ ശരീരത്തിൽ ആവശ്യമായ ജലാംശം കൂടുതലായിട്ട് ഈ പുല്ലിലൂടെ ലഭിക്കും. ഡ്രൈ മാറ്റർ അവരുടെ ദഹനപ്രക്രിയ സുഗമമാക്കും. അതുപോലെ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങളും പ്രദാനം ചെയ്യും. പുല്ല് കഴിക്കുന്ന ആടുകളും ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്ന ആടുകളും തമ്മിലുള്ള വ്യത്യാസം അത് അവരുടെ ശരീര വളർച്ചയിൽ തന്നെ കാണാൻ പറ്റും. ഇലവർഗ്ഗങ്ങൾ അത് പ്ലാവിൻ്റെ ഇല തന്നെ ആകണമെന്നില്ല. ഏത് തരത്തിൽപ്പെട്ട ഇലകളും, കുറ്റിച്ചെടികളും അല്ലെങ്കിൽ വള്ളിപ്പടർപ്പുകളും ഈ പ്ലാവിൻ്റെ ഇലയും അല്ലെങ്കിൽ മറ്റ് വൃക്ഷ ഇലകളും, അങ്ങനെ ഏത് തരത്തിൽപ്പെട്ട ഇലവർഗ്ഗങ്ങൾ ആടുകൾ കൂടുതലായിട്ട് കഴിക്കുന്നു, ആ ആടുകൾക്കായിരിക്കും പുല്ല് കഴിച്ച് വളരുന്ന ആടുകളെക്കാൾ ശരീര വളർച്ചയിൽ മുന്നിൽ നിൽക്കുന്നത്. ആടുകൾക്ക് കൊടുക്കാൻ പുല്ലാണോ പ്ലാവിലയാണോ നല്ലത്, ഏത് കൊടുത്താലാണ് ആടുകൾക്ക് കൂടുതൽ വളർച്ച കിട്ടുക എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലതരത്തിൽപ്പെട്ട പുല്ലുവർഗ്ഗങ്ങൾ ആടുകൾക്ക് കൊടുക്കാറുണ്ട്. അത് പറമ്പുകളിൽ നിന്ന് ശേഖരിക്കുന്നവയാവാം, അതുപോലെ നിങ്ങൾ വെച്ച് പിടിപ്പിച്ച് വളർത്തുന്ന പുല്ലിനങ്ങളാവാം. പക്ഷേ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഇലവർഗ്ഗങ്ങൾ ആടുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പുല്ലിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആടുകൾക്ക് കൊടുക്കേണ്ടത് ഇലവർഗ്ഗങ്ങളാണ്. ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്ന ആടുകൾക്കാണ് കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത്, വളർച്ച കിട്ടുന്നത്. അതുകൊണ്ട് പുല്ലില്ല ആട് വളർത്തൽ നിർത്തുന്നു എന്ന് പറയുന്നവർ, നിങ്ങൾ ചെയ്യേണ്ടത് വൃക്ഷ ഇലകൾ സംഘടിപ്പിച്ച് ആടുകൾക്ക് കൊടുക്കുക. പ്ലാവിൻ്റെ ഇല എല്ലാവർക്കും കിട്ടണമെന്നില്ല. പ്ലാവിൻ്റെ ഇല കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ മറ്റ് പലതരത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുണ്ടാവും, അതിൻ്റെ ഇലകൾ ശേഖരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള കുറ്റിക്കാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറ്റിച്ചെടികളും അതിൽ തന്നെയുള്ള കാട്ടുപൊന്തകളും അങ്ങനെയൊക്കെയുള്ള പലതരത്തിൽപ്പെട്ട ഇലകൾ വർഗ്ഗങ്ങളുണ്ടാവും. ആ ഇലകൾ ശേഖരിച്ച് ആടുകൾക്ക് കൊടുക്കുക. അതായിരിക്കും നിങ്ങളുടെ ആട് വളർത്തൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. പുല്ല് കൊടുക്കുന്നതിനേക്കാൾ ആടുകളിൽ ഗ്രോത്ത് കിട്ടുന്നത് ഇലവർഗ്ഗങ്ങൾ കൊടുക്കുമ്പോഴാണ്. അത് ഓർത്ത് വയ്ക്കുക.